ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും എൻ്റെ കോളേജിലേക്ക് ഒരു വ്ളോഗാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മൾ ഫെയർവെല്ലിനൊക്കെ ആയിരിക്കും കാണുന്നതെന്ന്. അപ്പോൾ ആ ദിവസം വന്നെത്തി. ഇന്ന് ഞങ്ങളുടെ ഫെയർവെല്ലാണ്, ഉച്ചയ്ക്കാണ് ഫെയർവെല്. അപ്പോൾ ഇപ്പോൾ സമയം 9:45 കഴിഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും സാരിയൊക്കെ കൊടുക്കാൻ വേണ്ടി പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. കോളേജിലെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഫേസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ സാരി എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ സാരി എടുത്തു. അപ്പോൾ സാരി എടുക്കുന്ന അങ്ങനത്തെ വീഡിയോസൊന്നും ഇല്ല. അപ്പോൾ ഇത് സാരിയുടെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മൾ മുടി സെറ്റ് ചെയ്യാണ്. മുടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലും സൈഡിലും ലൈക്ക് സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ കുറച്ച് മുടി എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കുന്ന മുടി മാത്രം കേൾ ചെയ്തിട്ടു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് സാരിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇതാണ്, ഞാൻ ആദ്യമായിട്ടാണ് 1 ഫ്ലീറ്റ് ഇടുന്നത് സാരി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. 3 മണിക്കായിരുന്നു ഫെയർവെല്. അപ്പോൾ ഞാൻ ഒരു 12:30 ആയപ്പോഴേക്ക് എത്തി. കാരണം സാന്ദ്ര എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾക്ക് റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഹലോ ഗൈസ്, ഇപ്പം നമ്മളിവിടെ ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. ഫോട്ടോസൊക്കെ കുറച്ച് എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ സമയത്ത് മണി 2:14 ഇരിക്കുകയാണ്. ഫോട്ടോസിന് നമ്മൾ ക്യാൻറ്റീനിൽ വന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. നല്ല വെയിലായിരുന്നു പുറത്ത്. ഇപ്പോൾ കുറച്ച് നേരം കാറ്റ് വെള്ളം വന്നിരുന്നു. വൈഷ്ണവിയുടെ യൂട്യൂബ് ചാനലിലോട്ട് എന്തെങ്കിലും പറ. അൺസബ്സ്ക്രൈബ് ഇതൊക്കെ ഞാൻ ഇടുവേ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലോഗ് എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ നമുക്ക് സാന്ദ്രയുടെ അടുത്ത് എൻ്റെ അഭിപ്രായം ചോദിക്കാൻ എന്നെക്കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് തോന്നുന്നത്. കുറച്ച് ലോങ് ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വൈഷ്ണവിനെ ഓൺലൈനായിട്ടാണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ വൈഷ്ണവി ഇങ്ങനെ റീലൊക്കെ എടുക്കും, ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ എനിക്ക് നിലവിൽ ഇവിടെ അറിയണ ക്ലാസിക്കൽ കളിക്കണം ഞാനും പിന്നെ വൈഷ്ണവി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിസ്മസിന് ഓൺലൈനായിട്ട് ഒരു ഡാൻസ് കളിച്ചപ്പോൾ നമ്മളാണ് പെയറായിരുന്നത് ആ ഓൺലൈനായിട്ട്. അത് കഴിഞ്ഞ് തുടങ്ങിയ ബന്ധമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പകുതി ക്ലാസ് ഒരു ക്ലാസ്സിലും ബാക്കി പകുതി വേറെ ക്ലാസ്സിലാണ്. അപ്പം ഞങ്ങളാണ് രണ്ട് പേർക്ക് ഒരു ബെഞ്ച് ചെയ്യുന്നത്, നമ്മളാണ് അടുത്തിരുന്നത്. പിന്നെ ഞാനിവിടെ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയേക്കണം വൈഷ്ണവിൻ്റെ അടുത്താണ്. പക്ഷെ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തീർക്കും. ചിലപ്പോൾ അത് ലോങ് ആയിട്ട് ഒരു 2 ദിവസം. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഇച്ചിരി ഈഗോ പ്രശ്നമുണ്ട്. 2 പേർക്കും സംഭവം ഞങ്ങളുടെ 2 സ്വഭാവം ഏകദേശം ഒരുപോലെയാണ്. എന്നിട്ട് അങ്ങനെ പിന്നെന്താ അങ്ങനെയൊക്കെ. പക്ഷെ എത്രയൊക്കെ വഴക്കിട്ടാലും ഒരു വെറുപ്പ് അങ്ങനത്തെ ഒരു സാധനം തോന്നുന്നില്ല. എന്നുവെച്ചാൽ എനിക്കിപ്പോൾ ഇവിടെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഇവളുടെ ഒപ്പം അങ്ങനെ നടക്കാനാണ് കൂടുതലും താല്പര്യം. ഞാൻ എങ്ങോട്ട് വിളിച്ചാലും വരും. പക്ഷെ അങ്ങനെ വിളിക്കാണ്ട് വന്നാത്തിന് നമ്മൾ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. അത് ആ ഒരു സ്ഥലത്തേക്ക് മാത്രമായിരുന്നു ഒരു പ്രശ്നം മാത്രം. അതും പിന്നെ മാത്രമല്ല, ഇവളാണെങ്കിൽ വേറെ ആരുടെ അടുത്ത് അധികം മിണ്ടണം എനിക്ക്. അപ്പം എനിക്ക് കുറച്ച് പോസസീവ് അടിക്കുക. അപ്പോഴാണ് നമ്മൾ തമ്മിൽ അടി ഉണ്ടാവണം മെയിനായിട്ട്. പക്ഷെ ഇവള് വേറെ ആരുടെ മിണ്ടാ ഞാനങ്ങനെ പോസിറ്റീവ് മനസ്സിൽ ഞാൻ പറയാറില്ല. അല്ല, എനിക്ക് മനസ്സിലുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങോട്ട് അധികം പറയാറില്ല. ഇടയ്ക്ക് മാത്രമേ പറയുള്ളൂ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ഒപ്പം മീൻസ് ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നിടത്തൊക്കെ വേണം എന്നുള്ളത്. അതെ, ഞങ്ങളിങ്ങനെ കുറെ പറയാണ് നമുക്ക് ഒരുമിച്ച് ജോലിക്ക് പോവാം, ബാംഗ്ലൂരിൽ പോവാം, അടിച്ചു പൊളിക്കാന്നൊക്കെ. നമ്മുടെ ഒരു വൈബിനുള്ള ഒരാൾ വേണമല്ലോ. അത് ഇവള് വഴിയാണ് ഞാൻ നമ്മുടെ ഗ്യാങ്ങിലെ ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെട്ടത്. അത് കാരണം കൊണ്ട് എനിക്ക് വൈഷ്ണവിനെ ഭയങ്കര കാര്യം. സ്കൂൾ പറഞ്ഞ കാര്യം. അപ്പോൾ ഒരു 2:45 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സെമിനാർ ഹാളിലേക്ക് പോയി. അവിടെയായിരുന്നു ഫെയർവെൽ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജൂനിയേഴ്സും ടീച്ചേഴ്സും തരുന്നൊരു ഫെയർവെല്ലാണിത്. അപ്പോൾ കണ്ട കുറേ വീഡിയോസൊക്കെ ചെയ്ത് സ്റ്റേജൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അതിന് ശേഷം ലൈക്ക് മിസ്സുമാരൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ. അപ്പോൾ ആരും തന്നെ ഞങ്ങളുടെ ഹൻസ മിസ്സാണ്, ഗ്രൂപ്പ് അഡ്വൈസറാണ്. അപ്പം മിസ്സാണ് കേട്ടോ സംസാരിക്കുന്നത്. ഒരു ഒഫീഷ്യൽ സ്പീച്ച് ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല എങ്കിലും നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ബാച്ച് കൂടി ഇവിടെ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. ഇത് ഞങ്ങളുടെ തന്നെ വേറെ ഗ്രൂപ്പ് അഡ്വൈസറാണ്, റോഷന മിസ്. അപ്പം മിസ്സാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഒരുമിച്ച് കളിച്ചും പഠിച്ചും ഇണങ്ങിയും പിണങ്ങിയും പങ്കുവെച്ച നാളുകൾ.
ഇത് ഞങ്ങളുടെ അല്ല, ഞങ്ങളുടെ അപ്പുറത്തെ ക്ലാസ് CS-Aയിലെ ഗ്രൂപ്പ് അഡ്വൈസറാണ് ദിവ്യ മിസ്സ്. അപ്പം മിസ്സും സംസാരിച്ചു. അതിനുശേഷം നമ്മൾ പഠിപ്പിച്ച സാറുമാരൊക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല, നമുക്ക് ടൈമിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് തീർക്കണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുറച്ച് പേര് സംസാരിച്ചു കേട്ടോ. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജൂനിയേഴ്സ് 2 ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ HODയുടെ അടുത്ത് വന്നിട്ട് 2 ക്ലാസ്സിലെയും 2 റോൾ നമ്പേഴ്സ് പറയാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കും, അതായത് ലക്കി ഡ്രോ പോലെയായിരുന്നു. അപ്പോൾ അതാണ് ഇവർക്ക് 2 പേർക്കാണ് കിട്ടിയത്. അതാണ്. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാണ് മിസ്സുമാർ. പിന്നെ ജൂനിയേഴ്സ് നമുക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് അപ്പോഴത്തേക്കും എല്ലാവർക്കും എന്താ പറയുക, നല്ല വിഷമം ഇതൊക്കെ വന്നു. കാരണം ആ ഒരു വൈബിൽ ഇതിരുന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്കൊക്കെ ശരിക്കും സങ്കടം വന്നു കേട്ടോ. പിന്നെ കുറച്ച് പേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇത് CS-Aയിലെ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് ടീമായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഗെയിമിൽ തന്നെ ഞാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഒരു 5 റാൻഡം ബോയ്സും ഗേൾസും വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ പോകണ്ടെന്ന് ചോദിച്ചതാണ്, പക്ഷേ സാറിന് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ചെന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു പ്രോപ്പർട്ടി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ 5 ഗേൾസിനും സാരിയാണ് തന്നത് പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ ഞങ്ങളിത് ഓരോ ബോയ്സിനെയും ഉടുപ്പിക്കണം, അതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അപ്പം ഞാനൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാണ് ഉടുപ്പിക്കാൻ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു എൻ്റെ സാരി ഉടുക്കാൻ ഞാൻ പാർലറിലാണ് പോയത്, എന്നിട്ട് ഞാൻ ഇവരെ സാരി ഉടുപ്പിക്കണമല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കാട്ടെ. അപ്പം ഞാൻ ആദ്യം എനിക്കിങ്ങനെ ഉടുത്ത് നോക്കാണ്, ഇങ്ങനെ വരുമോ ശരിയാവുമോ എന്നൊക്കെ, എന്നിട്ടാണ് ഉടുപ്പിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് തുടങ്ങി ഞാൻ ഒന്നുകൂടി വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നേരത്തെ ഞാൻ ആഡ് ചെയ്ത വീഡിയോയിൽ പകുതി മുതലുള്ളൂ, അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഇത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഉടുത്തു തുടങ്ങി. നമുക്ക് ഒരു ടൈം തന്നിട്ടുണ്ടായിരുന്നു, എത്ര മിനിറ്റ് ആയിരുന്നു ഞാൻ ഓർക്കണില്ല കേട്ടോ. എന്നിട്ട് അവർ ലാസ്റ്റ് ആയപ്പോഴേക്കും അവർ ടൈം നോക്കുന്നുണ്ട്, എന്നിട്ട് അവർ കൗണ്ട് ഡൗൺ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കാരണം ഞാനവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയത്. കൃഷ്ണാനന്ദിനെയാണ്, അവൻ എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്.
സാരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാമ്പ് വാക്ക് ആണല്ലോ, അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമുക്ക് ഒരു ബലൂൺ തന്നിട്ടുണ്ടാവും 2 റോയിലേക്കും. അപ്പോൾ അതിങ്ങനെ പാസ് ചെയ്തിട്ട് മ്യൂസിക് പ്ലേ ചെയ്യും. അപ്പോൾ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആരുടെ കയ്യിലാണോ ബലൂണുള്ളത് അവർ രണ്ടുപേരും ആ 2 റോയിൽ നിന്നും വന്നിട്ട് നമ്മൾ എന്താ പറയുക, ജൂനിയേഴ്സ് കുറേ ടാസ്ക് ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം എടുത്ത് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടീം ഇതായിരുന്നു. അതിനകത്ത് ടെസ്സ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടെസ്സയ്ക്കൊക്കെ ആക്ട് ചെയ്യാനായിരുന്നു കിട്ടിയത്. നാഗവല്ലിയുടെ ആ സീൻ, ഗംഗേ എന്ന് വിളിക്കുന്ന ആ സീനില്ലേ, അതാണ് ആക്ട് ചെയ്യാൻ കിട്ടിയത്. ഞാൻ കൂടെ പോയാലില്ല പറഞ്ഞില്ലേ സെക്കൻഡ് ടീം ഇവരായിരുന്നു. ഇവർക്ക് കിട്ടിയത് ക്ലാസിക്കൽ സോങ്ങിൽ വെസ്റ്റേൺ ഡാൻസ്, അതാണ് കിട്ടിയത്. അപ്പോൾ ഇവർക്ക് ഉറുമുറൈ വന്ത് പാത്തായി ആയിരുന്നു കേട്ടോ ഇവരുടെ സോങ്. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, വെസ്റ്റേൺ സ്റ്റെപ്പ് ഇടണം. പിന്നെ ഇങ്ങനെ ഓരോ ടീം ഉണ്ടായിരുന്നു. ഇവർക്ക് പെയർ ഡാൻസ് ആയിരുന്നു കിട്ടിയത്. അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ടീമിന് കുക്കറി ഷോ കിട്ടിയിരുന്നു. പിന്നെ എത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ ഉണ്ടായി, ഞാൻ വീഡിയോ എടുത്തിട്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ കേട്ടോ. ആദ്യം നമ്മൾ പാത്രം കഴുകുന്നു. പാത്രം കഴുകിയ ശേഷം പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നു. പിന്നെ ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നു. ഇതുവരെയായിട്ടും സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല, അതിനാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് വെള്ളം തിളക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് പ്രോഗ്രാമായിട്ട് സാന്ദ്രയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ജൂനിയേഴ്സ് എന്ന ഗിഫ്റ്റാണ് നമ്മുടെ ഒരു ക്ലാസ് ഫോട്ടോയും ബാക്കിലൊരു ജംസ് മിഠായി ഉണ്ടായിരുന്നു, ഫ്ലവറുണ്ട്. പിന്നെ എനിക്ക് വ്ളോഗിൽ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ 12:30 വന്നു. അപ്പോൾ ഞാൻ സാന്ദ്ര മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബാക്കി ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴേക്കും ലൈക്ക് ടൈം ആവാറായി. പിന്നെ നമ്മൾ വേഗം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ലൈക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് അധികം എന്താ പറയുക, അധികം നല്ല എനിക്ക് വീഡിയോസ് ഉള്ളത് എന്താ പറയുക, അവരുടെയൊക്കെ ഇപ്പോൾ ഉള്ള ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. ഫെയർവെല്ലൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പം സമയം 6 മണിയായി. അപ്പോൾ ഫെയർവെൽ കഴിഞ്ഞപ്പോൾ ലേറ്റായി, അതാണ് ഇത്ര വൈകിയത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ചുമ്മാ കുറച്ചൊരു ചെറിയ വ്ലോഗായിരിക്കും ഇത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, കുറേ മെമ്മറീസ് തന്ന കോളേജ് ലൈഫിൻ്റെ ലാസ്റ്റ് ഫെയർവെൽ ഗുഡ് ബൈ പറഞ്ഞ് തന്ന എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.